വിവരസാങ്കേതിക വിദ്യയിൽ ഒരു പുതിയ അധ്യായം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് നെറ്റ്വർക്ക് എന്ന കൂട്ടായ്മ മുഖാന്തരമായി സഭയ്ക്കകത്തും കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതത്തിന് വെളിയിലുമുള്ള പ്രൊഫഷണൽസിനെ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായി ഈ സെന്റർ ഇനി മുതൽ പ്രവർത്തിക്കും എന്നുള്ളത് വളരെ അഭിമാനത്തോടെ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഓർക്കുന്നത്. വിവര സാങ്കേതിക വിദ്യ ഏറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഇപ്രകാരമുള്ള പ്രൊഫഷണൽസിനെ കൂട്ടിയിണക്കുവാൻ ഇത് ഒരു റിസോഴ്സ് സെന്ററായി പ്രവർത്തിക്കുമ്പോൾ വളരെ നേട്ടങ്ങൾ ലോകത്തിൻ്റെ മുൻപാകെ പരിശുദ്ധ സഭയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിനു വേണ്ടി ധാരാളം പ്രൊഫഷണൽസ് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും ബന്ധപ്പെടുകയും അധ്വാനിക്കുകയും പണം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ നന്ദിയോടെ ഞാൻ സ്മരിക്കട്ടെ. ഒരു റിസോഴ്സ് സെന്റർ എന്ന് പറയുമ്പോൾ ഈ വിവരസാങ്കേതിക വിദ്യ മൂലം നമുക്ക് ഒരു വലിയ നേട്ടം കൈവരിക്കാൻ കഴിയും. ഈ മണ്ഡലത്തിലെ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവരും അവരവരുടെ പേരുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകം ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിലെ ഏറെ മുന്നേറുന്നു. അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ മക്കളും ഇക്കാര്യത്തിൽ മുന്നേറേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടായ്മ, ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് നെറ്റ്വർക്ക് അതിൻ്റെ പ്രവർത്തനം മുഖാന്തരമായി ലോകത്തിൻ്റെ മുൻപാകെ ഒരു നമ്മെ ഒന്നിച്ച് കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായി ഈ പ്രസ്ഥാനം വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റ് മലങ്കര സഭയിലെ അത് ശക്തമായി പ്രവർത്തിക്കുന്നു. ഇതിനോട് എല്ലാവരും സഹകരിക്കുകയും ഇത് മുഖാന്തരമായിട്ട് സമൂഹത്തിലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇടയാകുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സ് നെറ്റ്വർക്ക് ഈ സമയത്ത് ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്.